അപ്പോൾ ഗൈസ് അപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നീ ഏത് ആനിമയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ആനിമ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോകാൻ കഥയിലോട്ട്. അപ്പോൾ സീസൺ 1 അതായത് 9ാമത്തെ എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ കഥയിലോട്ട് പോവാം. IP എത്താൻ IP ലൈക്ക് എത്താൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാം. യൂറും കഗിമൂടി ക്ലാനും പുറത്ത് വരികയാണ്. അപ്പോൾ ഒരു കാർഡ് കൊടുത്തിരുന്നല്ലോ, ആ കാർഡ് നോക്കിയിട്ട് പറയാണ് ഇങ്ങോട്ട് പോകണമെന്ന്, വേറടിക്കണമെന്ന്. അപ്പോൾ യൂറോ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് നമുക്ക് ഈ ഒരു സിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം. കടലിൽ ബോട്ടിൽ പോവാണ്. ഇത് കണ്ടിട്ട് ഹീറോ നെട്ടുന്നുണ്ട്. പെട്രോളിൽ പോവാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹീറോ ചെയ്യണം. കുതിരയിട്ട് അങ്ങനെ ബെറ്റ് വെച്ചിട്ടുണ്ടായത് അവൻ്റെ മേത്ത്. അങ്ങനെയാണെങ്കിൽ ആ ബെറ്റ് വെച്ച് പൈസ പോവാണ് ചെയ്യുന്നത്. അങ്ങനെ അവനോട് പറയണേ ആ കുതിര വില്ലേജിനെ കണ്ട് ഫാസ്റ്റ് ഉണ്ട്, ആ കുതിരനെ എങ്ങനെ മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ പറയുകയാണ് ആ കുതിരനെ ഒന്നും മേടിക്കാൻ പറ്റില്ല എന്നതിലേക്ക് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവനോട് പറയാണ് നിനക്ക് എന്തെങ്കിലും മേടിക്കാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താ മേടിക്കാമെന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോഴാണ് അവർ നടന്നു പോകുമ്പോൾ ഏതോ സൂപ്പർ മാർക്കറ്റ് പോലത്തെ സംഭവം കാണുന്നു. അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാവരും നെറ്റിപ്പോവാണ്. അതായത് ആ ഒരു സംഭവം കണ്ടിട്ടൊക്കെ നെറ്റിപ്പോവാണ്. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യാണ്. അതായത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പും പിന്നെ കുറച്ച് ഒരു ഗ്ലൂ മാരത്തെ ഒരു സംഭവമുണ്ട്, അതൊക്കെയാണ് മേടിക്കുന്നത്. അങ്ങനെ അതായത് ഈ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സാധനം മേടിക്കുകയാണ്. അങ്ങനെ ബില്ലടിക്കാനായിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബില്ലടിക്കുന്ന ആ ലേഡി അതായത് ഡീമൻസിനെ കാണാണ്. ഇങ്ങോട്ട് കാണാത്ത മാതിരിക്ക് നിന്നിട്ട് ബില്ലടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ അപ്പോൾ നമ്മളെ ഡറ പറയാണ് ഈ സ്ഥല ആൾക്കും മനുഷ്യന്മാർക്കും ഹ്യൂമൻസിനെ കാണാൻ പറ്റും, എല്ലാവർക്കും ഇല്ല, ചിലവർക്ക് മാത്രം. അവിടെ ഉണ്ടായിരുന്ന ബൊമ്മയോടൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ അവന് ഒരു ഡ്രസ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിനക്ക് പുതിയ ഏതെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ അതെടുത്തോ എന്ന് പറയാണ്. അപ്പോൾ ഈ കറുപ്പ് ജാക്കറ്റ് പോലത്തെ സംഭവമാണ് എടുക്കുന്നത്. അപ്പോൾ തന്നെ അതിൽ രക്തം തട്ടിയ കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ ടെറ അവിടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഷെഡ് എന്തെങ്കിലും വേണം എന്ന് ചോദിക്കണേ. എനിക്ക് ഷെഡ് ഒന്നും വേണ്ട, എനിക്ക് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനത്തെ മതി എന്ന് പറയാണ്. അപ്പോൾ ആണ് അവനെ ഓർക്കുന്നത്. അതായത് അവനെ കൊല്ലാൻ വന്നപ്പോൾ അയാൾ ഈ വേൾഡിൽ നിന്ന് വന്നാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അയാളുടെ ഇട്ടിട്ടുള്ളതൊക്കെ അങ്ങനത്തെ ഒരു എന്താ പറയുക ഷർട്ടും സംഭവങ്ങളൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വേരിയലിൻ്റെ അതായത് ആ ഒരു വില്ലേജിലത്തെ അത് എന്നെ ഇവിടെ കണ്ട ഒരു കാര്യം, അതായത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഒരു പസിൽ സോൾവ് ആക്കണം. അങ്ങനെയാണെങ്കിൽ ആ പസിൽ എങ്ങനെയായിരിക്കും ഇയാൾ ഉള്ളിൽ കയറിയിട്ടുണ്ടാവുക എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഡറ അത് ശരിയാണല്ലോ എന്ന രീതിക്ക് അവനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പറയാൻ നമുക്കെങ്ങനെയാലും ആ കണ്ടുപിടിക്കണം എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവർ ഇപ്പം എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് അവർ അതായത് ആ ഒരു കടയിൽ നിന്നും പുറത്തിറങ്ങാണ്. ഓക്കെ, പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആരോ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരെ. അപ്പോൾ തന്നെ മനസ്സിലാക്കണേ അവനെ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് പിടിക്കാം എന്ന് പറയാൻ ചെയ്യുന്നത്. അതായത് അവനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, അതായത് അവനെ പിടിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സീൻ കട്ടായ ഈ മറ്റേ ഫോട്ടോ എടുത്തിരുന്നല്ലോ കെയിന് വീഡിയോയിൽ. അങ്ങനെ ആ വീഡിയോ എടുത്ത ഫോട്ടോ പറ്റിയിട്ട് പറയണേ അതിൽ നിന്നെ കണ്ടവരായിരിക്കും, ആരെങ്കിലും ആയിരിക്കും നിന്നെ കൊല്ലാനായിട്ട് നോക്കുന്നതെന്ന് പറയണേ. അങ്ങനെ അവിടെ സീൻ കട്ടായ നമ്മളെ അനയെ കാണിക്കാണ്. അത് ഫോട്ടോ നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഫോട്ടോ നോക്കിയിട്ട് അതിൽ നിന്നും നമ്മളെ ഡറ എറേസ് ചെയ്യാണ്. അപ്പോൾ ജിന്നെ വന്നിട്ട് ജിന്നെ ചോദിക്കുകയാണ്, അതായത് യൂറോയുടെ ഫോട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ പറയാണ് യൂറോയുടെ ഫോട്ടോ ഉണ്ട്, ഒക്കെ അനുസരിച്ച് ക്യാമറകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം, അതിൽ യൂറോയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളെ ഇങ്ങനെ കൊല്ലാനായിട്ട് പറഞ്ഞ ആരാന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാളെ മുന്നത്തെ വീഡിയോയിൽ പിടിച്ചെടുത്ത രണ്ടാളെ ഇവിടെ ചോദിക്കുകയാണ് ഇങ്ങനെ കൊല്ലാനായിട്ട് പറഞ്ഞ ആരാന്ന്. അപ്പോൾ പറയാണ് അതായത് എല്ലാ ഫോണിലും നോട്ടിഫിക്കേഷൻ വരികയാണ് ചെയ്തത്. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇന്നയാളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങൾ കയറി ഒരു 2:11 മണി 11 അല്ലെങ്കിൽ 12 മണിയൊക്കെ ആയിട്ടുണ്ടായി എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ പറയണേ അതായത്
അതായത് അപ്പോഴാണ് നമ്മൾ കാല് ഇതായിട്ട് ചിഹ്ന പറയണേ, അപ്പോൾ കാല് ഇതായിട്ട് നമ്മൾ വന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതെ എന്ന് പറയണേ. നിങ്ങളിങ്ങനെ കയറിയെന്ന് ചോദിക്കണം വാരൽ പൊട്ടിച്ചുകൊണ്ട്. അപ്പോഴാണ് അവിടെ ഒരു അതായത് വേസ്റ്റിൻ്റെ അവിടെ ഒരു ഹോളുണ്ടായിരുന്നു. ആ ഹോൾ വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് എന്ന് പറയണേ. അപ്പോൾ അങ്ങനെ ആ ഹോളല്ലേ എന്ന് പറയണേ. അപ്പോൾ പറയണേ അങ്ങനത്തെ ഒരു ഹോളും ഈ ഒരു വില്ലേജിക്ക് എൻ്റെ അവിടെ ഇല്ല എന്ന് പറയാൻ ചെയ്യുന്നത്. അല്ല, അങ്ങനത്തെ ആ ഹോൾ തന്നെയാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയെന്ന് പറയണേ. അതായത് വില്ലേജിൽ ബാരൽ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഇവർ ആ ഒരു ഹോളിൻ്റെ വഴി കൂടി ഇതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു ഹോളും ഒന്നും കാണുന്നില്ല. സോ ഒരു പവർ എടുക്കുകയാണ്. അതായത് ഒരാൾ വന്നിട്ട് ഒരു കൈ പോലത്തെ സംഭവിച്ച് പവർ എടുക്കുകയാണ്. അങ്ങനെ ഇവരുടെ 2 ടീമിനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ എങ്ങനെയാണ്, അതായത് 2 ടീമിനെ പിടിക്കുക, അത് പിടിച്ചാൽ ആ ഡീമന് സത്യം പറയും. അങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഡീമൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു മെഷീൻ തന്നതും അത് സോൾവ് ചെയ്യാൻ വന്നതാണെന്ന്, പിന്നെ അമ്മക്ക് എന്താ എവിടെ ആണെന്ന് പറയാൻ ചെയ്യുന്നത്. പിന്നെ അതായത് നമ്മളെ ആനയുടെ ഡീമൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അതായത് ആ ഡീമൻ ആനൻ്റെ ആണെങ്കിലും ആ ഡീമൻ ഇത് സത്യം പറയും. അപ്പോൾ ഇതിനോടും ചോദിച്ചപ്പോൾ രണ്ടും ഒരേതാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് കരുതി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഡീമൻസിനെ നമ്മൾ പിടിച്ചല്ലോ, അപ്പോൾ ആ ഡീമൻസ് ഉള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഇവരോട് പറയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുകയാണ്. അതായത് ഇവിടെ മൊത്തം, അതായത് ഈ വില്ലേജ് നിങ്ങളായിരിക്കും ഇനി പണിയെടുക്കാൻ പോകുന്നതെന്ന് പറയണേ. കൊല്ലാതെ വിട്ടില്ല, നിങ്ങൾ പണിയെടുത്ത് കോയിങ്ങും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ നെട്ടാണ് ചെയ്യുന്നത്. പിന്നീട് പറയുകയാണ്, അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ചവിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോവാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ആർക്കാണ് പൈസ കൊടുക്കാറ് അവിടെയൊക്കെ ഞാൻ പൈസ കൊടുക്കുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതായത് ആ ടീമേഴ്സ് പറഞ്ഞ മനുഷ്യക്ക് അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അവരെന്തായാലും പിടിച്ചിരിക്കണം എന്ന് പറയണേ. പിടിച്ചിട്ട് ഒന്ന് കൊന്നേക്ക് അവരെ ആ ഒരു വില്ലേജിന് വാരലും തകർത്തും, അതുപോലെ തന്നെ ഇതിനൊക്കെ കാരണക്കാരനായ ആരായാലും അവരെ കൊന്നേക്കെന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ ഒരു സീൻ കട്ടാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു പൊട്ടിയ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുകയാണ്, നന്നാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവനെ നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഡീമൻസിനെ തരുമെന്ന് ചോദിക്കുകയാണ്. ഡീമൻസിനെ തരാം, നീ എന്ത് പേരാണ് ഡീമൻസിന് ഇട്ടണേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. യോഗി എന്നൊക്കെയാണ് പേരിടാൻ വെച്ചിരുന്നത്. അപ്പോൾ അവരെല്ലാം ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിൻ്റെ ഡീമൻസിൻ്റെ പേരെന്താണെന്ന് ചോദിക്കണേ. അതും 2 സെൻറ്റൻസ് വലിയൊരു പേരാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്താ നീ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് അവൻ്റെ തല അയിമട്ട് കൊല്ലാനായിട്ട് വെക്കുകയാണ്. അപ്പോഴാണ് അവനെ കൊല്ലുമെന്നൊന്നുമില്ല. ഓക്കെ, അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ചോദിക്കണേ ഡീമൻസിനോട്. അപ്പോൾ ഡീമൻസ് പേടിച്ചിട്ട് പോവാതിരിക്കുകയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ നിൻ്റെ അടുത്തേക്ക് ഡീമൻസ് വന്നോളും എന്ന രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത്. നീ ബ്രേക്ക് എന്ന് പറയല് ഡീമൻസ് ഉണ്ടാകില്ല എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആശ പറയുന്നത്, ഇപ്പോൾ പറയുകയാണ് ചെയ്യുന്നത്, നീ ഡീമൻസിനൊന്നും ഇങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറയാണ്. ബ്രേക്ക് എന്ന പവറുള്ള ഡീമൻസിന് വെക്കാനൊന്നും അവർ വെക്കാനൊന്നും പാടിയാന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ സീൻ കെട്ടാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു വലിയൊരു ആൾ വില്ലനാണെന്ന് തോന്നി വയ്ക്കും. അവനെ ഏതൊരു കോമിക് ബുക്കുമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവനെ ഒരു വില്ലൻ തരമാരി കാണിക്കുന്നുണ്ടെങ്കിലും അത് ഈ കാഗമരി ക്ലാൻ്റെ ആളാണ്. അപ്പോൾ അവൻ പറയാണ് ഇവിടെ ഒരു അപകടം ഉണ്ടായി എന്നൊക്കെ പറയാണ്. പിന്നെ കോമിക് ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവന് സംസാരിച്ച് പോകുന്നതും. പിന്നീട് ഈ ഒരു സ്ഥലം നമുക്ക് കുറച്ചും കൂടി ഒരു സെറ്റാക്കണം എന്ന രീതിക്ക് അവിടെ സംസാരിക്കാൻ ചെയ്യുന്നത്. സത്യം പറയുന്നത് വില്ലന് ഇവനാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ബട്ട് ഇവനല്ല വില്ലന് ഉറപ്പാണ്. കാരണം ഇവന് ആ ഒരു അത്ര ഇൻട്രോ ആണ് ഇപ്പം എനിക്ക് കൊടുത്തിട്ടുള്ളത്. സീൻ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് എന്തായി കൊടുക്കും.
മേലുണ്ടാവും. അവിടെ നിൽക്കാൻ നിങ്ങൾക്ക് ഈ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഥയിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ ഒരു സീൻ കിട്ടും. ഇതെന്തിനാ കാട്ടിയെന്നറിയില്ല, എന്നാലും അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാണ്, നമ്മളെ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അവരെങ്ങനെ കില്ല് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ടാറാൻ്റെ ഇപ്പോൾ യൂറോപ്പ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വീടിൻ്റെ മുന്നിലെത്താണ്. അങ്ങനെ ആ വീടിൻ്റെ ഡോറ് തുറക്കുകയാണ് ചെയ്യുന്നത്. ആ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറിയതും നമ്മൾ ഉള്ളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ രീതിക്കുള്ള ഗണ്ണ്, അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർ നേരെ പുറത്തേക്ക് കുറച്ച് ആൾക്കാർ കാണിക്കാണ്, അതായത് 3 ആൾക്കാരായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവരാണ് ഫോളോ ചെയ്തിരുന്നത്. അങ്ങനെ ഇവരെ കൊല്ലാനായിട്ട് നിന്നതും എന്തോ ഒരു 2 ഒരാൾക്കാരായിട്ട് അടിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് നമ്മളെ ലെഫ്റ്റ് റൈറ്റാണ്. അങ്ങനെ ടെലിപ്പോർട്ട് ആവാണ്, ഏതോ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആവാണ്. ഇത് എൻ്റെ സ്ഥലമാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. അതായത് ഇവിടെയാണ്. അപ്പോൾ പേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേടിച്ചപ്പോൾ പറയാൻ ചെയ്യുന്നത്, ഇവിടെ കുറേ ഡീമൻസിനും ഇതിനൊക്കെ കാണാനായിട്ട് പറ്റും. നിന്നെ പോലെ വന്നിരുന്ന ആളാണ് അവിടെ കിടക്കുന്നത് എന്ന രീതിക്ക് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ കാണിക്കുന്നത്, അതായത് ലെഫ്റ്റും റൈറ്റും ഒരു കാര്യം പറയണേ. അതായത് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ രണ്ടാളല്ലാതെ വേറെ ഏതോ ടീമേഴ്സ് ഉണ്ട്. ഇവിടെ ടീമേഴ്സ് ഉണ്ട്. അത് എന്താ വില്ലേജിൽ നിന്ന് വന്ന ടീമേഴ്സാണ് എന്ന് പറയുന്നത്. അല്ല, വില്ലേജിൽ നിന്ന് വരാത്ത ഏതോ ടീമേഴ്സിനെ എനിക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഏതൊരാളെ തല പൊട്ടിത്തെറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു കൈയും വലിയ കാലുള്ള ഏതൊരു ടീമൻ അവിടുന്ന് വരാൻ ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ ശരി വരുന്നുണ്ട് വേറെ കാര്യം. അപ്പോൾ അവർ വന്നിട്ട് ഇത് നമ്മളെ ലെഫ്റ്റും റൈറ്റല്ലേ എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ യൂറോട്ടും കുറച്ച് ബാക്ക് നിൽക്കാനായിട്ട് പറയാൻ ചെയ്യുന്നത്. യൂറോണ്ടടും ബാക്ക് നിൽക്കുകയാണ്. ഹൊസേരുടെ പേര് പറയാണ് ഡനക അസിനക എന്ന് പറയാൻ ചെയ്യുന്നത്. ഇവർ രണ്ടാളും മോശം ആയിട്ടുള്ള മോൺസ്റ്ററാണ് എന്ന രീതിക്ക് പറയാൻ ചെയ്യുന്നത്. ഈ മോൺസ്റ്ററിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ലെഫ്റ്റും റൈറ്റും. അതോടുകൂടി ഇവിടെ വെച്ചിട്ട് ഈ എപ്പിസോഡ് എൻ്റെ അടുത്ത എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡാണ്.